ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത ISROയുടെ നിർണായകമായ സൈനിക സേവനങ്ങൾക്ക് നിർണായകമായ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണമാണ് ഇപ്പോൾ നടക്കുന്നത്. We have a magnificent liftoff, the LVM-3M5 CMS-03 mission in the air. The simultaneous thrusting of the twin S200 motors is indeed a sight to behold. GSLV Mark 3 LVM-3 के नाम से जाना जाता है. यह हर बार एक कहानी लिखता है. पिछली बार हमने इसे चंद्रयान 3 पर देखा था और अब हम देख रहे हैं LVM-3M5 CMS-03 mission. A clear Sriharikota sky and the LVM-3 silhouette. Thrill and satisfaction together at the countenance of the witnessing ISRO scientists. Sharp to engine main auto. दोनों स्ट्रैप-ऑन बूस्टर्स S200 बूस्टर्स सामान्य निष्पादन करते हुए अपने उद्दिष्ट कक्षा की ओर बढ़ रहे हैं. यान को उद्दिष्ट कक्षा की ओर നിർമ്മിച്ച ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമാണ് ഇപ്പോൾ വിക്ഷേപിച്ചിരിക്കുന്നത്. 4410 കിലോ ഭാരമുള്ള CMS-03 ഇന്ത്യൻ നാവികസേനയ്ക്ക് മാത്രമായുള്ള സൈനിക ആശയവിനിമയ സംവിധാനങ്ങൾക്കുള്ള ഉപഗ്രഹമാണിത്. LVM-3M5 റോക്കറ്റിന്റെ 5ാം ദൗത്യം. ഏറ്റവും പ്രതീക്ഷയോടെയാണ് രാജ്യം ഈ വിക്ഷേപണത്തിലേക്ക് ഉറ്റുനോക്കുന്നത്. LVM-3 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഈ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുക. നാവികസേനയുടെ കപ്പലുകൾ, അന്തർവാഹിനികൾ, വിമാനങ്ങൾ, കരയിലെ കമാൻഡ് സെന്ററുകൾ എന്നിവയൊക്കെ തമ്മിൽ ഏറ്റവും പെട്ടെന്നും ഏറ്റവും സുരക്ഷിതവുമായ ആശയവിനിമയം സാധ്യമാക്കാനാണ് ഈ ഉപഗ്രഹം ലക്ഷ്യമിടുന്നത്. 2025 ISRO നടത്തുന്ന 4ാമത്തെ വിക്ഷേപണ ദൗത്യമാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതൊക്കെ തന്നെയാണ്. ഇന്ത്യയിൽ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹം എന്ന ഖ്യാതിയോടെയാണ് ഇപ്പോൾ ഈ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം നടക്കുന്നത്. रेंज ऑपरेशन निदेशक ने भी इसकी पुष्टि की.